ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാമ്പഴം കിട്ടി. കണ്ടോ മാമ്പഴം. അപ്പോൾ ഇവിടെ മാമ്പഴം നമ്മുടെ വീട്ടിലില്ല, എനിക്ക് അടുത്ത വീട്ടിൽ പുതിയതാണ്. അപ്പോൾ കുറച്ച് മാമ്പഴം കിട്ടി, അതൊക്കെ നേരെയാക്കി വെച്ചു. അതിൻ്റെ തൊലിയെല്ലാം ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് മാമ്പഴം വരട്ടാനാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നായിട്ട് കറി വെച്ചാൽ ഒരുപാട് കൂട്ടാനുണ്ടാവും. അപ്പോൾ നമുക്കത് വരട്ടി വെച്ചാൽ കുറച്ച് ദിവസം അധികം ഇരിക്കും. ഇപ്പോൾ വർഷക്കാലമൊക്കെ വരുമ്പോൾ മാങ്ങ കിട്ടാത്തൊരു കാലമാണെങ്കിൽ മാങ്ങ വരട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാമ്പഴം കൂട്ടാനുണ്ടാക്കാം. അപ്പം ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാമ്പഴമൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നല്ല തൊലിയെല്ലാം നമ്മൾ വെള്ളത്തിലൊന്നിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കും, അതിൻ്റെ സത്തൊക്കെ. അതിനു വേണ്ടി ഞാൻ തൊലി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പിഴിഞ്ഞെടുക്കാം. തൊലി ഞാൻ പിഴിയാനായിട്ട് കുറച്ച് വെള്ളം തൊലി ഞാൻ ഒഴിച്ചു. അതിൻ്റെ സത്തെല്ലാം പിഴിഞ്ഞെടുത്ത് അത് ഈ മാമ്പഴത്തിൻ്റെ കൂടെ ഒഴിക്കും. വേവിക്കാൻ തൊലി ഇടില്ല കേട്ടോ, നമ്മൾ തൊലിയിട്ട് സത്ത് മാത്രമേ ഇടുള്ളൂ. വരട്ടാൻ കുറച്ച് വെള്ളം വേണം അത് വേവിക്കാൻ. അപ്പം അങ്ങനെ ഒരു വിധമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കും. ഇനി ഇതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്. അധികം എരിവൊന്നും ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുറച്ചിട്ടാൽ മതി. എന്നാലും ഒരു കളറിന് കുറച്ച് മുളക് പൊടി ഇടാം. ഇനി കുറച്ച് ഉപ്പ്. ഇതെല്ലാം ഇട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കാം. സ്റ്റവ് കത്തിച്ചു. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കത് അടച്ചു വയ്ക്കാം. നോക്കട്ടെ. അത് തളങ്ങനെ വരുന്നു ചെറുതായിട്ട്. ഇപ്പം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. മഞ്ഞളൊക്കെ പിടിക്കുന്നത് എല്ലാ സ്ഥലത്തും മഞ്ഞൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട മുളക് പൊടി. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അടി പിടിക്കില്ല നെയ്യ് ഒഴിച്ചാലേ. ഇനി കുറച്ച് ശർക്കരയും ഇട്ട് കൊടുത്താൽ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയി. ശർക്കര പൊടിയാണ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പമാണ് മാമ്പഴം വരട്ടാൻ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ ഇവിടെ ഇങ്ങനെ മാമ്പഴം നിറയെ മാമ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ശശിയേട്ടൻ്റെ അമ്മമ്മ മാമ്പഴമൊക്കെ പെറുക്കി
കഴുകി തൊലി കളഞ്ഞ് ഇതുപോലെ ഇങ്ങനെ വരട്ടി ഓരോ പാത്രത്തിൽ. അപ്പോൾ ഈ മാമ്പഴം വരട്ടുക പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ചക്ക വരട്ടിയ തിന്നുക, പലഹാരം ഉണ്ടാക്കുക, ഇതൊക്കെ അല്ലേ അറിയുള്ളൂ. അല്ലാണ്ട് കൂട്ടാൻ വയ്ക്കണ മാമ്പഴ കൂട്ടാന് വേണ്ടിയിട്ട് ഇങ്ങനെ വരട്ടി വയ്ക്കുന്നുള്ളത് എൻ്റെ വീട്ടിൽ പതിവില്ല, കണ്ടിട്ടുമില്ല. ഫ്രഷായിട്ടുള്ള മാമ്പഴം കൊണ്ട് കൂട്ടാൻ വയ്ക്കും, പക്ഷേ അതിങ്ങനെ വരട്ടി വെച്ചിട്ടുള്ള പരിപാടി കേട്ടിട്ടേ ഇല്ല. ഇവിടെ വന്നപ്പോഴാണ് അതറിയണത്. അപ്പോൾ അത് നല്ലൊരു അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം മാമ്പഴം കിട്ടുന്നത് ഒരു സീസണാണല്ലോ, കുറേ മാമ്പഴം കിട്ടി, എന്നും മാമ്പഴക്കൂട്ടാൻ. അപ്പം അതിങ്ങനെ വലിയ ചെമ്പിൽ അമ്മമ്മ എടുത്ത് അതിലതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ച് അതിനെങ്ങനെ വറ്റിക്കും, അങ്ങോട്ട് നന്നായിട്ട് വരട്ടിയെടുക്കും. വെള്ളം നനവില്ലാണ്ട് അണ്ടിയോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുക. നമ്മൾ കണ്ടു, അണ്ടിയൊന്നും കളയില്ല. അതിലിപ്പോൾ ഒരു 10-15ഓളം മാങ്ങയുടെ അണ്ടി ഉണ്ട്. നമുക്കൊരു 3-4 തവണ കൂട്ടാൻ വയ്ക്കാനുള്ളതുണ്ട്. ഓരോ തവണയും നമുക്കിതെടുത്ത് ഒരു 4-5 അണ്ടി എടുത്ത് വേണമെങ്കിൽ ഒരു കഷ്ണം വെള്ളരിക്കയും കൂട്ടി, വെള്ളരിക്ക വേവിച്ച് ഈ അണ്ടി വരട്ടിയത് അതിലേക്കിട്ട് ഇത്തിരി നാളികേരം, ജീരകവും, മോരൊക്കെ കൂട്ടി അരച്ച് കൂട്ടി കഴിഞ്ഞാൽ കൂട്ടാൻ റെഡി ആയി. അപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ച് വെവ്വട്ടെ കേട്ടോ, കുറുകട്ടെ. അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലല്ല, നല്ലോണം കുറച്ച് നന്നായിട്ട് തന്നെ കത്തിക്കോട്ടെ, ഗ്യാസ് കുറയ്ക്കണ്ട. നന്നായിട്ട് തിളച്ച് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അടി പിടിക്കാതിരിക്കാനാണ് ഞാൻ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചത്. എന്നാലും നമ്മൾ ഇടയ്ക്ക് നോക്കണം. എന്താ കൊഴുത്ത് വരുന്നുണ്ട്, കുറേശ്ശെ കൊഴുപ്പ് കൂടുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടച്ച് കുറച്ച് നേരം കൂടി വയ്ക്കുക. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. അപ്പോൾ കുറച്ച് നേരമായി നമ്മൾ താഴ്ത്തി പോയിട്ടൊന്ന് നോക്കി നോക്കട്ടെ കേട്ടോ എന്തായി എന്നുള്ളത്. ഇതിങ്ങനെ വെള്ളം വറ്റി വരണം. വെള്ളം വറ്റാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് തുറന്ന് വെച്ച് കത്തിക്കാം. കുറച്ച് ഫ്ലെയിമിൻ്റെ ഇത് കൂട്ടാം, നല്ലോണം നീട്ടിക്കൊടുത്ത് അത് തുറന്ന് വയ്ക്കുമ്പോഴാണ് വേഗം വറ്റുക. ഇപ്പോൾ ഒരുവിധമൊക്കെ വെവ്വായി കണ്ട, വെന്തു. ഇനി അത് വെള്ളം വറ്റി കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ നല്ല അടി കട്ടിയുള്ള പാത്രം വേണം. സ്റ്റീൽ പാത്രത്തിലൊക്കെ ആയാൽ പെട്ടെന്ന് അടി പിടിക്കും, ഇത്ര നെയ്യ് ഒഴിച്ചിട്ടും കാര്യമില്ല. കുറച്ച് അടി കട്ടിയുള്ള, ഇതിപ്പോൾ ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. പരന്ന പാത്രമൊക്കെ ആകുമ്പോൾ ഇളക്കി കൊടുക്കാനും അടി പിടിക്കുന്നത് നോക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. മാങ്ങ വരട്ടി എടുത്ത് വെച്ചതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികൾക്കും ശശിയേട്ടനൊക്കെ നല്ല ഇഷ്ടം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ അതിനെങ്ങനെ വരട്ടി വയ്ക്കും. എന്താ മാങ്ങ കുറച്ചും കൂടി ഇങ്ങനെ കട്ടിയായി വരുന്നുണ്ട്. ഇതുപോലെ കട്ടിയായി വരും. കൂടി വരുമ്പോഴേ ഒരു സ്പൂണും കൂടി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
എന്താ വെച്ചാൽ അടി പിടിക്കാൻ പാടില്ല. പിന്നെ അതുമല്ല നെയ്യ് എന്താണെന്ന് വെച്ചാൽ കേട് വരാതിരിക്കാനും നല്ലതാണ്. കുറച്ച് 6 മാസമോ 1 കൊല്ലം വരെ ഏകദേശം ഇരിക്കും ഇത് കേട് വരാണ്ട്. അപ്പോൾ നമുക്ക് ഓണക്കാലത്ത് പോലും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. ശരിക്കും സാധാരണ ഉണ്ടാക്കണ പോലത്തെ മാമ്പഴപ്പുളിശ്ശേരി തന്നെ കേട്ടോ അതുകൊണ്ട് കിട്ടും. അങ്ങനെ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ഇതിൽ പെട്ടാലും നമുക്ക് കാണിച്ച ഒരച്ച് ശർക്കരയോ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും അറിയില്ല. മാമ്പഴം ചനഞ്ഞതും പഴുത്തതും എല്ലാം കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ശർക്കരയുടെ അളവ് 1-2 അധികം ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി സെറ്റാവും, ഒരേ സ്വാദായിട്ട് മാറും. വേണ്ട കണ്ടോ, കട്ടി കൂടി വരുന്നുണ്ടോ പാത്രത്തിലേക്ക്. കണ്ടോ കട്ടി കൂടി വരുന്നുണ്ടോ. കണ്ടോ വെള്ളം നനവ് ഒട്ടുമില്ല, ഡ്രൈ ആയി. മാക്സിമം ഡ്രൈ ആക്കിയിട്ട് വേണം കെടുത്താൻ. അപ്പോൾ ഇതിൽ ഞാൻ ശർക്കര ഇട്ടു, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് നെയ്യ് ഒഴിച്ചു, അത് അടി പിടിക്കാണ്ടിരിക്കാനും പെട്ടെന്ന് കേട് വന്ന് പോവാതിരിക്കാനാണ്. അപ്പോൾ മാമ്പഴം വീണ് കിട്ടുന്നവർ ഒട്ടും വെറുതെ കളയരുത്. ഇപ്പോൾ സീസണാണ്, നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം മാമ്പഴം വരട്ടി വെച്ചാൽ ഇതുപോലെ വരട്ടി വെച്ച് നമുക്ക് വല്ലപ്പോഴൊക്കെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഇതാ ഒരു 4 അണ്ടി എടുത്ത് നമ്മൾ കൂട്ടാൻ വെക്കുകയാണെങ്കിൽ കുറച്ച് മോര് ഒഴിക്കുക, നാളികേരം ജീരകവും അരച്ച് കൂട്ടുക, കടുകും മുളകും കറിവേപ്പിലയും താളിച്ചിട്ട് കഴിഞ്ഞാൽ മാമ്പഴപ്പുളിശ്ശേരി റെഡി. കുറച്ച് അധികം കൂട്ടാൻ വേണം, 4-5 അണ്ടിയെ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാലും ഒരു വെള്ളരിക്ക മുറിച്ച് ആ വെള്ളരിക്കയുടെ കൂടെ ഈ അണ്ടി ഇട്ട് വേവിച്ച് കൂട്ടാൻ കുറച്ച് അധികം എടുക്കാം. അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നോക്കി നോക്കൂടാ, വരട്ടി വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി. അങ്ങനെ മാമ്പഴം വരട്ടിയത് റെഡി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മാമ്പഴം വരട്ടൽ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. കിട്ടുന്ന മാമ്പഴമൊന്നും കളയാണ്ട് ഇതുപോലെ വരട്ടി വെച്ചാൽ നമുക്ക് ഏത് കാലത്തും മാമ്പഴപ്പുളിശ്ശേരി കഴിക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.